ഈ വളരെ ചെറിയൊരു ഇസ്മു മതിയെന്നേ ജീവിതം മാറി മറിയും, സന്തോഷം തേടി വരും, സാമ്പത്തിക പരാധീനതകൾ മാറും, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഇസ്മു നമ്മൾ ചൊല്ലുമ്പോൾ അവൻ്റെ വിധിയെപ്പോലും മാറ്റി എഴുതും. അത്ര അത്ഭുതം നിറഞ്ഞൊരു ഇസ്മു. എത്ര ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, നമുക്കൊന്ന് പഠിക്കണ്ടേ? അതോടൊപ്പം 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരും ഹാപ്പി അല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് തന്നാലും അത് തൃപ്തിയാണ്, എൻ്റെ റബ്ബാണത് തന്നത് എന്നുള്ള ബോധ്യത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചിരി വരണം കേട്ടോ. അല്ലാഹു ഇതുപോലെ എപ്പോഴും പുഞ്ചിരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനൊക്കെ പറ്റിയൊരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. ഇതൊരു വല്ലാത്ത ഇസ്മാണ്. ഈ അത്ഭുത ഇസ്മു, ചെറിയൊരു ഇസ്മു ഒന്ന് ചൊല്ലിയാൽ മതി, നമ്മുടെ ജീവിതം മാറും. ഉറപ്പാണ്. മനസ്സറിഞ്ഞ് ചൊല്ലണം. അപ്പൊ നമ്മൾ ഈ ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണതൊക്കെ ആരുടെ കാരുണ്യമാണ്? അള്ളാഹുവിന്റെ കാരുണ്യാണ്. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ പടച്ചോൻ തിരിച്ചു തരാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ജീവിച്ചിരിക്കോ? അവൻ കാരുണ്യവാനായതുകൊണ്ടല്ലേ ഈ തെറ്റുകളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ചെയ്തിട്ടും അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ഈ നന്ദികേട് കാണിച്ച് നിന്നിട്ടും അള്ളാഹു നമ്മളെ നോക്കുന്നത്, അള്ളാഹു നമ്മളെ പോറ്റുന്നത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ, റഹ്മാനായ തമ്പുരാന്റെ കാരുണ്യം നമുക്ക് തിരിച്ചറിയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. തൊഴിലിൽ ബറക്കത്ത് വേണം പല ആളുകൾക്കും. മക്കളെ കിട്ടണം, മക്കൾ നന്നാകണം, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവൻ്റെ കാരുണ്യത്തിലാണ്. അവൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല. അവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാളും അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. ആരാ പറയണേ? ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പോലും എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. ഒരാൾ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ സ്വഹാബത്ത് നിൽക്കുന്നുണ്ട്, അങ്ങും അങ്ങനെ സ്വർഗത്തിൽ കടക്കൂല നബിയെ? ആരത് പറയണത്? അതായത് ثم رضي عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرام سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇങ്ങനെ 10 സ്വഹാബികൾക്ക് അബൂബക്കർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, നിങ്ങളൊക്കെ സ്വർഗത്തിലാണെന്ന് വാഗ്ദത്തം കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഞാൻ സ്വർഗത്തിൽ കടക്കണമെങ്കിലും പടച്ചോന്റെ കാരുണ്യം വേണം. അള്ളാന്റെ കാരുണ്യം ഇല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. എല്ലായിടത്തും അവന്റെ കാരുണ്യം. ഉമ്മാടെ ഗർഭപാത്രത്തിന് പറയുന്ന പേരെന്താ? അറബിയിൽ റഹിം, അല്ലേ? ആ ഒരു ഉമ്മയുടെ കാരുണ്യം പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഒരംശത്തിന്റെ ഭാഗം. ബാക്കി 99 ആഖിറത്തിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ കാരുണ്യം എത്രമേൽ മഹത്തരമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു സ്ത്രീ വന്ന് മൂസാ നബിയോട് പറയുന്നുണ്ടല്ലോ, നബിയെ ഒന്ന് ദുആ ചെയ്യണം, മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളുകളായി, ആളുകളൊക്കെ കളിയാക്കുന്നുണ്ട്. ഒരിക്കലും മക്കളില്ലാത്തതിന്റെ പേരിൽ ഒരാളെ നമ്മൾ പരിഹസിക്കരുത് കേട്ടോ. ഒരു കമന്റ് ഞാനിങ്ങനെ വായിച്ചു. അതിലൊരു സഹോദരി പറയുന്നുണ്ട്, ഉസ്താദേ എനിക്ക് മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലമായി. ഞാൻ ഏതെങ്കിലും കുട്ടിയെ എടുത്താൽ പോലും ചില ആളുകളുടെ മുഖം കറക്കും. ഒരു വയസ്സായ ഉമ്മ ഇങ്ങനെ പറഞ്ഞു അത്രേ, അത് മച്ചിയാണ്, അവള് പുള്ളേനെ എടുക്കണ്ടാട്ടാ, മച്ചിപ്പെണ്ണ് പുള്ളേനെ എടുത്താൽ കൊള്ളൂല, ഒരൊറ്റ അടി കൊടുക്കണ്ടേ. നാലോചിക്ക് എത്ര മോശമാണ് അങ്ങനത്തെ വർത്താനമൊക്കെ, അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ തന്ന ഈ മക്കള് നിങ്ങൾക്ക് ഉപകരിക്കുമെന്നോ വല്ല ഉറപ്പുണ്ടോ? ഉമ്മ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നോ വല്ല ഉറപ്പുണ്ടോ? മച്ചി, ആ വർച്ച എങ്ങനെയാണ് അതൊക്കെ വായിൽ നിന്ന് വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സുബ്ഹാനക യാ റബ്ബ്. ഇങ്ങനെയുള്ള നാവുകളെ സൂക്ഷിച്ചു, ഇല്ലെങ്കിൽ അള്ളാഹ് നമ്മളെടുത്തിട്ട് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ തിരിച്ചു തരുന്നൊരു ദിവസമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരാളെ വേദനിപ്പിക്കരുത്. മക്കളെ കൊടുക്കുന്നത് റബ്ബാണ്. നിങ്ങൾക്ക് മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഗുണം ഉണ്ടാകണമെങ്കിൽ പടച്ചവനോട് ദുആ നല്ലത് പറഞ്ഞോ. ഇല്ലെങ്കിൽ മക്കൾ പുറങ്കാലുകൊണ്ട് തട്ടുന്നൊരു ദിവസം വരാനുണ്ട്. ഒരാളും വേദനിപ്പിക്കരുത് കേട്ടോ മക്കളില്ലാത്തതിൻ്റെ പേരിൽ. ഈ ഒരു ശബ്ദം കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരും കുത്തുവാക്കുകൾ കൊണ്ട് വേദനിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം.
നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾക്ക് ഹൈറായ സമയത്ത് അല്ലാഹ് തരും. ഇപ്പോൾ നിങ്ങൾക്ക് റബ്ബ് തരാത്തത് നിങ്ങൾക്ക് ഹൈറല്ലാത്തത് കൊണ്ടാണ്. എല്ലാം അറിയുന്ന റബ്ബിൽ വിശ്വസിക്കുന്നവർ ഇതിനെ കുറ്റം പറയൂല. ഇപ്പോൾ മൂസാ നബിയുടെ സഹോദരി എന്ന് പറയും, കുഞ്ഞിനെ വേണം, കൊതിയാണ്. മൂസാ നബി അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ട്, യാ റബ്ബി ഒരു കുഞ്ഞിനെ കൊടുക്കണം, അല്ലാഹ് പാവാണ്. അള്ളാഹ് പറയുന്നുണ്ട്, മൂസ ഇന്നി കത്തിബ്തു ഹഖീം, ഞാൻ അവളെ പടച്ചതൊരു വന്ധ്യയായിട്ടാണ്, അവൾ പ്രസവിക്കില്ല മൂസ, നിങ്ങൾ അവളോട് ക്ഷമിക്കാൻ പറയണം. മൂസാ നബി ആ സഹോദരിയോട് പറയുന്നുണ്ട്, അല്ലയോ സഹോദരി, നിങ്ങൾ ക്ഷമിക്കേ, അള്ളാഹു തരൂല എന്നാണ് പറഞ്ഞത്, അവൻ്റെ വിധി അങ്ങനെയാണെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അപ്പോഴും അവർ ഒരു വിശ്വാസം കൈവിട്ടിട്ടില്ല. മൂസാ നബിയോട് പറയുന്നുണ്ട്, നിങ്ങൾ നബിയല്ലേ, ദ്വാരക്ക്, സാരല്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മൂസാ നബിയും തൻ്റെ അനുചരന്മാരും കൂടെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അന്ന് തൻ്റെ അടുത്ത് വന്ന പെൺകുട്ടി കയ്യിലതാ ഒരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബി ചോദിക്കുന്നുണ്ട്, ഇതാരുടെ കുട്ടിയാണ്? ഇതെൻ്റെ കുട്ടിയുടെ, റസഖനില്ല, പടച്ചോൻ എനിക്ക് തന്ന കുഞ്ഞാണ്. അതെങ്ങനെയാ നിനക്ക് കുഞ്ഞുണ്ടാവുക? നിനക്ക് കുഞ്ഞുണ്ടാവൂല എന്നല്ലേ പടച്ചോൻ പറഞ്ഞത്? പിന്നെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടാവണത്? എൻ്റെ റബ്ബ് തന്നതാ, ഞാൻ എന്തിനാ നുണ പറയുന്നത്? മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി, നീയല്ലേ അല്ലാഹ് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്, എന്നിട്ട് അവളിപ്പോൾ കയ്യിലൊരു കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്നു. മൂസ, എൻ്റെ വിധി അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ അവിടെ പടച്ചതൊരു വന്ധ്യയായിട്ടാണ്, അവൾ പ്രസവിക്കില്ല, അവൾ പ്രസവിക്കില്ല. പക്ഷേ അവൾ എന്നെ വിളിച്ചു, മൂസ, റഹ്മാൻ 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 എന്ന കാരുണ്യത്തിൻ്റെ മുഴുവൻ അംശങ്ങളും മേളിച്ച ആ നാമം കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വിളി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മൂസ. അവൾക്ക് ഞാൻ കുഞ്ഞിനെ കൊടുത്തു, എൻ്റെ വിധിയെ തന്നെ ഞാൻ മാറ്റി എഴുതി മൂസ. റബ്ബുൽ ആലമീനായ അല്ലാഹ്, സുബ്ഹാനക യാ റബ്ബ്, ഇതൊരത്ഭുതമാണത്. അല്ലാഹ് കണ്ടോ, ഇവനാണ് നമ്മുടെ റബ്ബ്. ചോദ്യം, വിധിയെപ്പോലും മാറ്റിമറിക്കാൻ റഹ്മാനായ റബ്ബെ എന്ന് കൽബിൽ തട്ടിയിട്ടൊന്ന് വിളിച്ചാൽ മതി. അവൻ്റെ കാരുണ്യമല്ലാതെ നമ്മളിൽ എന്തുള്ളത്? ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ വിധികൾ മാറ്റി എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണം, ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ മാറി മറിയണം, പ്രയാസങ്ങളൊക്കെ നീങ്ങണം, സമാധാനം കിട്ടണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മമ്മികൾ പഠിപ്പിക്കുന്നുണ്ട്, ഡെയിലി 289 289 തവണ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ എന്ന ഇസ്മ കൊണ്ട് അള്ളാഹിനെ വിളിക്കുക. കച്ചവടമാകട്ടെ, സന്താനമാകട്ടെ, എല്ലാം അള്ളാഹു അങ്ങ് ഏറ്റെടുക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. റഹ്മാൻ യാ റഹ്മാൻ, വേണമെങ്കിൽ യാ അള്ളാഹ് കൂടെ ചേർത്തോ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. ഡെയിലി 289 തവണ ഒന്ന് പതിവാക്കി നോക്കിയേ. നല്ല നീയച്ചിൽ പടച്ചോന്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ മനസ്സോടുകൂടെ കൽബിൽ നിറയെ അള്ളാഹ് മാത്രം, അള്ളാഹ്ക്ക് വേണ്ടി വിളിക്കുക. അവൻ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരും. മനസ്സിലായോ? അവന് കണ്ണീരൊപ്പുന്നവനാണ്, അവൻ കണ്ണീരൊപ്പുന്നവനാണ്. അവനെപ്പോലെ നമ്മൾ ആശ്വസിപ്പിക്കാൻ പറ്റിയ വേറൊരുത്തനില്ല. വിളിക്ക റബ്ബിന്, അവൻ കൈവിടൂല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ നമ്മൾ ചോദിച്ചു, ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇബ്രാഹിം നബിയുടെ കാൽപാദമാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് കഅബാലയം പുതുക്കി പണിയുന്ന വേളയിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടെ പുതുക്കി പണിയുമ്പോൾ ഒരു കല്ല് ലിഫ്റ്റ് പോലെ പ്രവർത്തിച്ചിരുന്നു. ആ കല്ലിൻ്റെ മുകളിൽ ഇബ്രാഹിം നബി കയറി നിൽക്കും, ആ കല്ലിങ്ങനെ പോകും. അപ്പോൾ വേറെ കല്ലെടുത്ത് മേലെ വെക്കും. അങ്ങനെയാണ് കഅബ പുതുക്കി പണിത് ഭംഗിയാക്കിയത്. അന്ന് ലിഫ്റ്റായി പ്രവർത്തിച്ച കല്ലിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അത് അമ്പിയാക്കളുടെ മുഅ്ജിസത്താണ്. ആ കല്ലാണ് ഇബ്രാഹിം മഖാമിൻ്റെ അകത്തുള്ളത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വഹാബികൾ അവിടെ പോയി നിസ്കരിക്കുന്നുണ്ട്. അത് ശിർക്കാവണില്ല എന്നാണ്. നന്നായി. ഇപ്പോൾ വഹാബികളുടെ കയ്യിൽ ഭരണമായത് നന്നായി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ ശിർക്കാക്കിയാണ്. അള്ളാഹു ബോധം കൊടുക്കട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. അബുൽ ലീഫാൻ, അതിഥികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? കമൻറ്റ് ചെയ്യുക. 7:15 നമ്മുടെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുക. എല്ലാ മുറാദുകളും, കമൻറ്റ് ബോക്സിൽ നിറയെ സങ്കടങ്ങളാണ്. എല്ലാ സങ്കടങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.